നമസ്കാരം, ടെക് ട്രാവൽ ഈറ്റിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളുടെ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. ധാരാളം സുഹൃത്തുക്കൾ നമ്മുടെ റവന്യൂ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ടെക് ട്രാവൽ ഈറ്റിന്റെ വീഡിയോകൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം എന്റെ റവന്യൂ റിവീൽ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ധാരാളം പണം സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ ഞാൻ ചെലവാക്കി എന്നുള്ളത്. അങ്ങനെ വാങ്ങിച്ചു കൂട്ടിയ കുറെ സാധനങ്ങളൊന്നും ഇവിടെ ഇപ്പൊ ഇല്ല, ബിക്കോസ് അതൊക്കെ ഞാൻ വിറ്റു എന്ന് തന്നെ പറയാം. അങ്ങനെ വിറ്റ രണ്ട് സാധനങ്ങളാണ്. ഒന്ന്, ജിവിന്റെ ഒരു ഗിംബൽ വാങ്ങിച്ചിരുന്നു, DSLR ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ഒരു ഗിംബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലൈസർ ആണ്. നമുക്ക് സ്റ്റഡി ഷോട്ടുകൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള നമുക്ക് ഒരു വലിയ സാധനമാണ്. ഞാൻ ഇങ്ങനെ ശരിക്കും പിടിച്ചത് വ്ളോഗ് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. അത് ഞാൻ ആക്ച്വലി ഒരു മണ്ടത്തരം കാണിച്ച് വാങ്ങിച്ചതാണ്. പക്ഷെ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. 19,000 രൂപ വരെ ഉണ്ടായിരുന്നു. അത് ഞാൻ വിറ്റു. അതുകൊണ്ട് അത് ഈ ലിസ്റ്റിലില്ല. പിന്നെ ഉള്ളത് DJI സ്പാർക്ക് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു കുട്ടി ഡ്രോൺ വാങ്ങിയിരുന്നു. അത് അത്യാവശ്യം നല്ല പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്. അതും വിൽക്കുകയുണ്ടായി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡ്രോൺ പറത്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റിയൊരു പണിയല്ല. അതിന് കുറച്ച് ടാലന്റ് വേണം. ഈ വിമാനം പറത്താന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ ശരിക്കും കറക്റ്റ് പ്രിസൈസ്ലി നമ്മളത് ഉപയോഗിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. അത് എന്നെ കൊണ്ട് പറ്റിയില്ല. 1-2 തവണ അത് ക്രാഷ് ലാൻഡ് ഒക്കെ ചെയ്യിച്ചു. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. ഭാഗ്യത്തിന് അത് ഡ്രോണിന് കേടുപാടുകളൊന്നും പറ്റാതെ കണ്ട് എനിക്കത് വിൽക്കാനായിട്ട് സാധിച്ചു. നഷ്ടമായിരുന്നു എന്നിരുന്നാൽ പോലും. അപ്പോ ഞാൻ ആദ്യമായി വാങ്ങിച്ച ക്യാമറ എന്ന് പറയുന്നത് സോണിയുടെ ഒരു ഹാൻഡ് ഹെൽഡ് ക്യാമറ ആയിരുന്നു, ഒരു ഹാൻഡി ക്യാമറ ആയിരുന്നു. ആ സാധനം ഇപ്പൊ ഇല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അതിനുശേഷം ഞാൻ വാങ്ങിച്ച ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ ക്യാനോന്റെ ഒരു ക്യാമറയാണ്. ക്യാനോൺ 700D എന്ന് പറഞ്ഞൊരു ക്യാമറ. ഈ സാധനമൊക്കെ ഇപ്പൊ നിർത്തി. ഇതിപ്പോഴും സാധനം വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഇപ്പൊ ശരിക്കും സത്യം പറഞ്ഞാൽ ഇത് പൊടി തട്ടി എടുത്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിപ്പിടിച്ച് കിടക്കായിരുന്നു. ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ആവശ്യത്തിനായിട്ട് പൊടി തട്ടി എടുത്താണ്. പക്ഷെ ഇതൊന്നും എനിക്ക് ഈ സാധനങ്ങളൊന്നും എനിക്ക് വിൽക്കാൻ തോന്നുന്നില്ല, ബിക്കോസ് ഇതൊക്കെ നമ്മൾ ആദ്യം വാങ്ങിച്ച കുറച്ച് സാധനങ്ങളല്ലേ. അപ്പൊ ഈ 700Dയുടെ ക്യാമറയ്ക്കകത്ത് ഒരു 55-250 ഒരു ലെൻസ് ഉണ്ട്. അതേപോലെ തന്നെ അതിനൊപ്പം ഞാൻ എക്സ്ട്രാ വാങ്ങിച്ച ഒരു ലെൻസ് എന്ന് പറയാനായിട്ട് 50mm ഒരു പ്രൈം ലെൻസ് വാങ്ങിച്ചിരുന്നു. ഇത് ഞാൻ പിന്നീട് കാനോൺ 80D വാങ്ങിച്ചപ്പോൾ ഞാൻ അതിന്റെ കൂടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഇത് രണ്ടും കൂടെ ഒരു കിറ്റ് ലെൻസ് ആയിട്ട് വന്നതാണ്. 55-250mm അതേപോലെ തന്നെ 18-55mm ലെൻസും കൂടെ ഒരു കിറ്റ് ലെൻസ് ആയിട്ട് വന്നൊരു സാധനമാണ്. ഇതിന് ഏതാണ്ട് ഒരു 38,000 രൂപയ്ക്ക് എങ്ങാണ്ടാണ് ഞാൻ ആ സമയത്ത് ഇത് വാങ്ങിച്ചത്. അപ്പൊ എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക്കാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ഒരു ക്യാമറ. ഇതും കൊണ്ട് എടുത്ത ഫോട്ടോകൾക്ക് കണക്കില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഞാൻ വീഡിയോ അല്ല ഫോട്ടോ ആണ്, അതായത് എഴുതിയുള്ള ബ്ലോഗുകളാണ് ചെയ്തിരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. പ്രത്യേകിച്ച് നമ്മുടെ ആനവണ്ടി കാലഘട്ടത്തിലൊക്കെ ഇതും കൊണ്ടെടുത്ത KSRTC ബസ്സുകളുടെ ഫോട്ടോയ്ക്ക് കണക്കില്ല. ലക്ഷക്കണക്കിന് ഫോട്ടോ എങ്ങനെ പോയാലും ഇതിനകത്ത് എടുത്തിട്ടുണ്ടാവും. എന്ന് ലക്ഷക്കണക്കിന് ഞാൻ വെറുതെ പറഞ്ഞാണ്. എന്നിരുന്നാലും ഒരു 50,000 ഫോട്ടോയെങ്കിലും ഇതിനകത്ത് എടുത്തിട്ടുണ്ടാവും. images.ksrtcblog.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതുണ്ടോന്ന് പോലും എനിക്കറിയില്ല. അതിനകത്ത് എടുത്ത ഫോട്ടോകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. KSRTC ബസ്സുകളുടെയൊക്കെ ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തൊരു ക്യാമറയാണ് ഇത്. അതിനുശേഷം ഞാൻ വാങ്ങിച്ച ക്യാമറയാണ് GoPro Hero 5. ശരിക്കും ഇത് വെച്ചിട്ടാണ് നമ്മുടെ വ്ളോഗിങ് ശരിക്കും തുടങ്ങുന്നത്. ടെക് ട്രാവൽ ചാനലിലെ ആദ്യകാല വീഡിയോകൾ മിക്കതും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ക്യാമറയിൽ എടുത്ത വീഡിയോസ് ആണ്. ഇത് ആക്ച്വലി ഒരു ആക്ഷൻ ക്യാമറയാണ്. നിങ്ങൾക്ക് ഇപ്പം GoProയെ കുറിച്ച് ശരിക്കും അറിയാം. എനിക്ക് തോന്നുന്നു ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗിങ് GoPro ഉപയോഗിച്ച് തുടങ്ങിയത് ആദ്യത്തെ വ്യക്തി മിക്കവാറും മലയാളത്തിൽ ചെയ്തത് ഞാനായിരിക്കും. Hero 5 എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഈ ക്യാമറയ്ക്ക് തന്നെ ആ സമയത്ത് 35,000-40,000 രൂപ വില ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഉപയോഗിക്കുന്നത് ഈ GoPro Hero 5ന്റെ ഗിംബലാണ്. ഈ ഗിംബലിനും ഏകദേശം ഒരു 20,000 റുപ്പീസ് വില ഉണ്ടായിരുന്നു. ഈ ഗിംബല് ഞാൻ വാങ്ങുന്ന സമയത്ത് ഇവിടെ കിട്ടുന്നില്ലായിരുന്നു. എന്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഞാനിത് ദുബായിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുത്തുകയായിരുന്നു. സംഭവം എന്തായാലും കിട്ടുക്കനായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാൻ കണ്ടല്ലേ, ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ശരിക്കും തുടക്കത്തിൽ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ക്യാമറയാണ്. വേണമെങ്കിൽ ഇപ്പോഴും ഇതിന്റെ പുതിയ ലേറ്റസ്റ്റ് വേർഷൻ GoPro Hero 7 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ വാങ്ങിച്ചിട്ട് ഇതിൽ പിടിപ്പിക്കാൻ പറ്റും. അത് ഈ സാധനം ഇപ്പോഴും യൂസ്ഫുൾ ആണ്. ഒരു ഒന്നൊന്നര വർഷമായി ഇത് വാങ്ങിയെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും സാധനം 100% വർക്കിംഗ് ആണ്. ഒരു കംപ്ലൈന്റും ഇല്ല.
അതിനുശേഷം ഞാൻ വാങ്ങിയ ക്യാമറ എന്ന് പറയുന്നത് കാനോൺ 80D ആയിരുന്നു. കാനോൺ 80D ഇപ്പൊ വാങ്ങിച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷത്തോളമായി. ഇത് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു പ്രൊഫഷണൽ അത്യാവശ്യം ഒരു എൻട്രി പ്രൊഫഷണൽ ലെവലിലുള്ള ഒരു ക്യാമറയാണ്. ഇതിനകത്ത് 1855 ലെൻസ് ആണ് ഇതിനൊപ്പം വരുന്നത്. പിന്നെ ഇതോടൊപ്പം യൂസ് ചെയ്യാനായിട്ട് ഈ 50mm പ്രൈം ലെൻസും പിന്നെ പഴയ ക്യാമറയുടെ ആ ലെൻസ് ഒക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കാം. പക്ഷെ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും. ഈ ഒരു ക്യാമറയാണ് ഞാൻ അതിനുശേഷം വാങ്ങിച്ചത്. ശരിക്കും ധാരാളം വീഡിയോസ്, പ്രത്യേകിച്ച് തായ്ലൻഡ്, മലേഷ്യ ഒക്കെ പോയ സമയത്തൊക്കെ അത്യാവശ്യം കുറെ വീഡിയോസ് ഇതിനകത്ത് എടുത്തിരുന്നു. ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് പ്രശാന്ത് എൻ്റെ കൂടെ ക്യാമറ കൈകാര്യം ചെയ്യാൻ വേണ്ടി കൂടിയിരുന്നു. പക്ഷെ അങ്ങനെയുള്ളൊരു വീഡിയോസ് നമ്മുടെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. പൊതുവെ നമ്മൾ വ്ളോഗ് സ്റ്റൈലിൽ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് പിന്നീട് തന്നെ പകർത്തുന്ന രീതിയിൽ തന്നെ മാറിയത്. അപ്പോൾ ഇത് ശരിക്കും ഞാനിപ്പോ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇപ്പൊ ഈ ഇങ്ങനത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ലേ, ഇപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോ നിലവിൽ ഉപയോഗിക്കുന്ന G7X ക്യാമറ വെച്ചിട്ടാണ്. അത് ഞാൻ ആ ക്യാമറ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ ഈ 80D വെച്ചിട്ട് ഞാനിപ്പം ഷൂട്ട് ചെയ്യും. അപ്പൊ അതിനു മുന്നേ ഇതേപോലെ, അതായത് സ്റ്റഡി ഷോട്ടുകൾ ട്രൈപോഡുകളിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് എന്താ പറയാ കുറച്ചുകൂടെ പ്രൊഫഷണൽ ലെവലിൽ കുറച്ച് വീഡിയോസ് ഒക്കെ വിഷ്വൽസ് ഒക്കെ പകർത്തണമെന്നുണ്ടെങ്കിൽ 80D യൂസ് ചെയ്യും. അപ്രോക്സിമേറ്റ് ഒരു 80,000 rupees 90,000 rupees കണ്ട് ഇതിന് പ്രൈസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ഈ ക്യാമറകളൊക്കെ വാങ്ങിക്കുന്നതിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ അതിനുശേഷം ഈ കാനോൺ 80D ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഷിവിന്റെ ഒരു ഗിംബല് ഞാൻ വാങ്ങിച്ചത്. ക്രെയിൻ 2 എന്നായിരുന്നു അതിന്റെ പേര്. അത് ഭയങ്കര ഹെവി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വിറ്റു. അപ്പോൾ അതിനുശേഷം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പൊ കുറച്ച് ഹാൻഡി ആയിട്ടുള്ള ഒരു ക്യാമറ അന്വേഷിച്ച് നടന്നപ്പോഴാണ് നമ്മുടെ നിക്ലോക്സിന് അറിയത്തില്ല, കണ്ടിട്ടുണ്ടോ? നിക്ലോഗ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. പുള്ളിയെ ഒരു ദിവസം കണ്ടപ്പോൾ പുള്ളി ഒരു ക്യാമറ കണ്ട് ഓടി നടക്കുന്നത് കണ്ടു. ചോദിച്ചപ്പോൾ ഇത് G7X എന്ന് പറഞ്ഞൊരു ക്യാമറ, ചോദിച്ചോട്ടെ നല്ല ക്യാമറ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. ശരി, അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ ക്യാമറ വാങ്ങിക്കുന്നത്. ഞാൻ ആ ക്യാമറ വാങ്ങിച്ച് ഞങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന സമയം ഇപ്പൊ പുതിയതായിട്ട് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയതായിട്ട് ഉപയോഗിക്കുന്ന പുതിയതായിട്ട് ചെയ്യുന്ന എല്ലാ വ്ളോഗർമാരും ഇപ്പൊ G7X ആണ് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മോവ്ലോഗ് വരെ G7X ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അതെന്തായാലും വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ആ G7X ഒന്ന് കാണാം. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന മെയിൻ ക്യാമറ, അതായത് ഞാനിപ്പോ ഉപയോഗിക്കുന്ന ക്യാമറയാണ് കാനോൺ G7X എന്ന് പറഞ്ഞ ഈ ക്യാമറ. ഈ സാധനവും അതേപോലെ തന്നെ മാൻഫ്രട്ടോടെ ഈ ട്രൈപോഡും കൂടെ ചേർത്താണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിങ്ങനെ ഇതിന്റെ സ്ക്രീൻ ഫ്ലിപ്പ് ചെയ്യാവുന്ന സ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ കണ്ടുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇതിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അത്യാവശ്യം നല്ല സൗണ്ട് ക്യാപ്ചറിങ്, ലോ ലൈറ്റ് പെർഫോമൻസ്, ഇതൊക്കെ ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. അപ്രോക്സിമേറ്റ് ഒരു 40,000 rupees ആണ് ഈ ക്യാമറയുടെ വില. അപ്പൊ നമ്മൾ ഈ വിഷ്വൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കാനോൺ 80D വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു 80Dയുടെ വിത്തൗട്ട് മൈക്ക് ഉപയോഗിച്ചിട്ടില്ല ഞാൻ. മൈക്ക് ഉപയോഗിക്കാതെ 80Dയുടെ സൗണ്ട് പെർഫോമൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. G7X വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 80Dയുടെ സൗണ്ട് റെക്കോർഡിംഗ്, ക്യാമറയുടെ ഇൻബിൽട്ട് സൗണ്ട് റെക്കോർഡിംഗ് അത്രയ്ക്ക് പോരാ. അതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷണൽ മൈക്ക് വെച്ചിട്ടേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ DSLR ക്യാമറകൾ പൊതുവെ വ്ളോഗ് ചെയ്യാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. ഇതേപോലെയുള്ള അടിപൊളി കോമ്പാക്ട് ആയിട്ടുള്ള ക്യാമറാസ് ആണ് നമുക്ക് വ്ളോഗ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ. അപ്പൊ ഇപ്പൊ 80D വെച്ച് G7X കാണിച്ചു തന്നപ്പോഴത്തേക്കിനും സൗണ്ടിന്റെ ഒരു ചെറിയ പ്രശ്നം കണ്ടില്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് 80D ക്യാമറയ്ക്ക് സൗണ്ട് ക്യാപ്ചറിങ് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ആ സൗണ്ട് ക്യാപ്ചറിങ് ഓവർകം ചെയ്യാനായിട്ട് റോഡിന്റെ ഒരു വയർലെസ് മൈക്ക് സെറ്റ് ആണിത്. ഇത് ഞാൻ വാങ്ങിച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇതിനിപ്പോ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അത് ഉപയോഗിക്കാതെ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് സൗണ്ടിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട്, നന്നാക്കി എടുക്കണം. അപ്രോക്സിമേറ്റ് ഒരു 35,000-40,000 രൂപ വില ഉണ്ടായിരുന്നു ഈ സാധനം. റോഡിന്റെ ഫിലിം മേക്കർ കിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതിനോടൊപ്പം തന്നെ ഇതൊരു ലേപ്പൽ ഒരു മൈക്ക് വരുന്നുണ്ട്. ഈ ഒരു സാധനം നമ്മൾ ക്യാമറയിൽ ഫിക്സ് ചെയ്യും. എന്നിട്ട് ഇത് ട്രാൻസ്മിറ്റർ റിസീവറുമാണ്. ഇത് നമ്മുടെ പോക്കറ്റിൽ ഇട്ടിട്ട് നമ്മൾ ഇതിങ്ങനെ ലേപ്പൽ മൈക്ക് ഇവിടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നടന്നുകൊണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇതേപോലെ ഇരുന്ന് സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത് വയേർഡ് മൈക്കും വയർലെസ് മൈക്കും ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയേർഡ് മൈക്കിന് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ വയർ കുരുങ്ങി കിടക്കുക, പിടിച്ച് മാറ്റിയിടുക, അങ്ങോട്ട് ഇടുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വയേർഡ് മൈക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3,500 രൂപ അല്ലെ 1,500 രൂപയ്ക്ക് വരെ കിട്ടും. 4,000 രൂപയ്ക്കൊക്കെ വയേർഡ് മൈക്കുകൾ കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടെക് വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വയേർഡ് മൈക്കിന്റെ ആവശ്യമേ ഉള്ളൂ. ജസ്റ്റ് ഇതിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോ 80Dയിൽ ഞാൻ ആക്ച്വലി വയർഡ് മൈക്കും വാങ്ങിച്ചിരുന്നു. അത് ചിതയായിപ്പോയി. വയർലെസ് മൈക്കും വാങ്ങിച്ചിരുന്നു. വയർലെസ് മൈക്കിന് ഒരു ചെറിയ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ചെറിയൊരു കിരിയിരിപ്പുണ്ട്. അത് നന്നാക്കി എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിക്കാറുള്ളത്. G7Xന് അത്യാവശ്യം നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി ഏറ്റവും മികച്ചതാണ്. അത് നിങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്തായാലും എനിക്കറിയാം.
പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് എന്റെ ഫോൺ വാങ്ങുന്ന സമയത്തായിരുന്നു. എനിക്ക് ഫോൺ വാങ്ങുമ്പോഴത്തേക്കിനും എനിക്ക് അത്യാവശ്യം നല്ല വീഡിയോ പകർത്താൻ സാധിക്കുന്ന ഒരു ഫോൺ വാങ്ങണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കി എന്റെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു iPhone 7 Plus വാങ്ങിച്ചു. തായ്ലൻഡ് വീഡിയോയുടെ പകുതി ഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇത് വെച്ചും അതേപോലെ തന്നെ പകുതി ഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് Canon 80ഡിയിലുമാണ്. അത്യാവശ്യം നല്ല വീഡിയോ സ്റ്റെബിലൈസേഷൻ നമുക്ക് iPhone 7 ഇപ്പൊ iPhone 7 മാത്രമല്ല ഐഫോണിന്റെ എല്ലാ ഫോണുകൾക്കും ഉണ്ട്. ഇനി പുതിയ മോഡൽ ഫോണുകൾക്ക് ഇതിലും നല്ല ക്യാമറയാണ്, അത്യാവശ്യം നല്ല ക്യാമറയാണ്. അതേപോലെ പൈസയും കൊടുക്കണം, അത് വേറെ കാര്യം. ബട്ട് ഇറ്റ്സ് ഓക്കെ, കാരണം കൊടുക്കുന്ന പൈസക്ക് വർത്താണ് ആപ്പിളിന്റെ പ്രോഡക്ട്സ്. പിന്നെ നമ്മൾ ഈ ഫോണിൽ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കൂട്ടുന്നതിന്, അതായത് ഫോണിന് ഓൾറെഡി സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഈ സ്റ്റെബിലിറ്റി കൂട്ടുന്നതിനായിട്ട് നമുക്ക് ഫോണുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഗിംബലുകൾ, സ്റ്റെബിലൈസറുകൾ നമുക്ക് വാങ്ങാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു സ്റ്റെബിലൈസർ ആണ് ഈ കാണുന്നത്. ഷിവിന്റെ ഒരു സ്റ്റെബിലൈസർ ആണ്. ഷിവിൻ സ്മൂത്ത് ക്യൂ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സ്റ്റെബിലൈസർ ആണ്. നമുക്ക് ഈ ഫോൺ ഇതിൽ ഇങ്ങനെ പിടിപ്പിക്കാം. ഞാൻ പിടിച്ച് കാണിച്ചു തരാം. നമ്മളിപ്പോ ഈ ഫോൺ ഇതിൽ പിടിപ്പിച്ചു. എന്നിട്ട് ഈ ഫോണിന് ഉതകുന്ന തരത്തിൽ ഇതൊന്ന് വലിച്ച് ഇതൊന്ന് കാലിബ്രേറ്റ് ചെയ്യണം. എല്ലാ ഗിംബലുകളും അത്യാവശ്യം നല്ല രീതിയിൽ കാലിബ്രേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാനിതൊന്ന് കാലിബ്രേറ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, സ്റ്റഡി ആയിരിക്കുന്നുണ്ടോ? അപ്പൊ ഇത് കണ്ടില്ലേ, ഇത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് എടുക്കാനും, പിന്നെ ഇതേപോലെ തന്നെ ഇതിന്റെ മോഡ് മാറ്റി കഴിഞ്ഞാല് കണ്ടോ, നമുക്കിത് സെൽഫി മോഡിൽ നമുക്ക് ആക്ച്വലി യൂസ് ചെയ്യാം. സെൽഫി മോഡിൽ യൂസ് ചെയ്യാം. പിന്നെ ഇത് താഴോട്ടും മേപ്പോട്ടും ഒക്കെ മാറ്റാം. അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്. പിന്നെ ഇതിന്റെ തന്നെ ഇത് അത്യാവശ്യം കുറച്ചാൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയ ഒരു സാധനമാണ് ഇത് മൊസ മിനി എന്ന് പറഞ്ഞൊരു സാധനം. ഷിവിനെ പോലെ തന്നെ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ്. കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള മൊബൈലുകൾ ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. രണ്ടും അത്യാവശ്യം നല്ല സാധനമാണ്. നിങ്ങൾ കണ്ടില്ലേ, രണ്ടും ഈ പറഞ്ഞ രീതിയിൽ മൊബൈൽ ഡിവൈസുകളിലുള്ള വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ ഈ രണ്ട് സാധനത്തിലും ഗോപ്രോ ക്യാമറകൾ ഫിക്സ് ചെയ്യാനുള്ള മൗണ്ട് അഡീഷണലി വാങ്ങിച്ചു കഴിഞ്ഞാൽ 10,000-20,000 രൂപ കൊടുത്ത് ഈ കർമ്മ ഗിംബൽ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പൊ മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സാധനങ്ങൾ എന്റെ ഇരിപ്പുണ്ട്. ഇതൊക്കെ വളരെ റെയർ ആയിട്ടാണ് ഈ മിക്ക സാധനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. ആകെ ഇപ്പൊ ഉപയോഗിക്കുന്നത് G7X ക്യാമറ വെച്ചിട്ടാണ് മിക്ക കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ മിക്കതും ഇവിടെ വീട്ടിലിരിക്കുകയാണ്. ബട്ട് ഇതൊക്കെ ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായതുകൊണ്ട് നമ്മൾ ഇത് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എന്റെ കയ്യിലുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കണ്ടില്ലേ, ഇത് ഞാൻ സൂമിന്റെ H6 എന്ന് പറഞ്ഞൊരു മോഡൽ ഒരു സൗണ്ട് റെക്കോർഡറാണ്. ഇത് എക്സ്റ്റേണലി സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് വെച്ചിട്ട് ഇതൊരു ചുമ്മാ ഒരു ട്രൈപോഡ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ടേബിളിന്റെ മേളിൽ വെച്ചിട്ട് നമുക്ക് ഒരാളുമായിട്ട് ചേർന്നിരുന്ന് ഇന്റർവ്യൂ പോലൊക്കെ വേണമെങ്കിൽ നടത്താം. അപ്പൊ ഇതിങ്ങനെ നമുക്ക് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പലരും TV ഇന്റർവ്യൂലൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ ആരെങ്കിലും ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ കൈ പിടിക്കുന്ന കണ്ടിട്ടുണ്ടാവും. ഇതേപോലെ നമുക്ക് സൗണ്ട് എക്സ്റ്റേണലി റെക്കോർഡ് ചെയ്തിട്ട് നമുക്കത് പിന്നീട് അത് വീഡിയോയിലിട്ട് മിക്സ് ചെയ്യുക എന്ന് വെച്ചാൽ ചെയ്യാം. ശരിക്കും ഇത് ഞാൻ ഇത് എനിക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്തിനൊക്കെയോ വാങ്ങിച്ചു കൂട്ടിയൊരു സാധനമാണ് ഇത്. ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് 1-2 ഉപയോഗിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഉള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗൊറില്ല പോഡ് അല്ലെങ്കിൽ ഒരു മോണോപോഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് ക്യാമറ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സാധനമാണ്. ഇത് കണ്ടില്ലേ, ഇത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് ഇതേപോലെ തന്നെ കൊണ്ടു നടക്കാം. അതിന് വേണ്ടിയുള്ളൊരു സാധനമാണ്. പക്ഷെ ഇതിലൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ മാൻഫ്രോട്ടോയുടെ ഒരു ട്രൈപോഡ് ഇത് കണ്ടില്ലേ, ഈ സാധനമാണ് എനിക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. അതിന്റെ തന്നെ ഒരു കറുപ്പ് സാധനം സെയിം എൻഡിലുണ്ട്. ആക്ച്വലി ഇതെനിക്ക് എനിക്ക് ഈ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ ആ കടയിൽ എനിക്ക് വൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് വൈറ്റ് വാങ്ങിച്ചു. പക്ഷെ ഉപയോഗിച്ചതിന് ശേഷം ഈ സാധനത്തിലൊക്കെ ഉണ്ടല്ലേ ചെളി പോരണ്ട്, ഇത് നമ്മൾ ഈ കയ്യിലെ ചെളിയൊക്കെ എങ്ങനെയാവും, നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിന് ഫുള്ള് വേർത്ത് കുളിച്ച് കളയാ പരുവത്തിലാണല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്ലാക്ക് വാങ്ങിച്ചത്. അപ്പോൾ ബ്ലാക്ക് ആണ് വാങ്ങിക്കേണ്ടത്. നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ തന്നെ ബ്ലാക്ക് വാങ്ങണം. വളരെ കംഫർട്ടബിൾ ആണ് ഈ സാധനം. നമുക്ക് ക്യാമറ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിപ്പിക്കുക, അവിടെ ഇവിടെ കൊണ്ട് വെക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യാം. വളരെ ഹാൻഡി ആയിട്ട് നമുക്ക് ഇങ്ങനെ കയ്യിൽ കൊണ്ടു നടക്കാം. അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ടങ്സ്റ്റൺ ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ആ ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ 1-2 ട്രൈപോഡുകളും മറ്റുമൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഷോപ്പുകളിൽ പോയിട്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റും. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം
ഫൈനൽ കട്ട് പ്രോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഫൈനൽ കട്ട് പ്രോ എന്നത് മാക്ബുക്കിൽ അല്ലെങ്കിൽ ആപ്പിൾ OS iOS വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് വിൻഡോസിൽ വർക്ക് ചെയ്യില്ല. വിൻഡോസിൽ വർക്ക് ചെയ്യുന്ന ധാരാളം സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. പക്ഷെ എനിക്കതൊന്നും അറിയില്ല. ഞാൻ ആകെ പഠിച്ചത് ഫൈനൽ കട്ട് പ്രോ ആണ്. എന്നെ എഡിറ്റിംഗ് പഠിപ്പിച്ചത് ഇബാദക്കയാണ് ശരിക്കും എന്നെ എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒരു ദിവസം ഒരു 5-6 മണിക്കൂർ ഇബാദക്ക് അടുത്ത് പോയിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എഡിറ്റിംഗിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി. അതിന് മുൻപ് ഞാൻ ഉപയോഗിച്ചിരുന്നത് വണ്ടർഷെയർ ഫിൽമോറ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആയിരുന്നു. അത്യാവശ്യം ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിന്റെ ഫ്രീ വേർഷൻ കിട്ടുന്നില്ല, പക്ഷെ വളരെ ചെറിയ പൈസയുള്ളത് വാങ്ങാനായിട്ട് 1500 രൂപ മറ്റേ ഉള്ളൂ. ഫൈനൽ കട്ട് പ്രോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വാങ്ങിക്കാനായിട്ട് 25,000 രൂപയാണ് അതിന്റെ റേറ്റ്. അത് വൺ ടൈം ഫീ ആണ്. ആകെ ഒരു തവണ നമ്മൾ വാങ്ങിച്ചാൽ മതി. ബാക്കിയുള്ളവരുടെ പോലെ സബ്സ്ക്രിപ്ഷൻ ഇല്ല. പിന്നെ ഞാൻ നടത്തിയ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആപ്പിളിന്റെ മാക്ബുക്ക് പ്രോ ആണ്. 13 ഇഞ്ച് 2016 മോഡലാണ് ഇത്. ഇതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും നടത്തിയ ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഈ സാധനമാണ്. ഇതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എഡിറ്റിംഗ് നടത്താൻ സാധിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് എഡിറ്റിംഗ് നടത്താൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എനിക്ക് ഒരു 1/2 മണിക്കൂർ കൊണ്ട് എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അത് മാക്ബുക്ക് പ്രോ ഉള്ളതുകൊണ്ടാണ് ശരിക്കും നമുക്ക് സാധിക്കുന്നത്. എടുത്ത് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണ് ആപ്പിളിന്റെ പ്രോഡക്ട്സ്. ഇത് ആപ്പിളിന്റെ പരസ്യമോ മറ്റോ ഒന്നുമല്ല, പക്ഷെ അത് അങ്ങനെയാണ് തന്നെ. ടെക് ട്രാവൽ ഈറ്റിന്റെ നിങ്ങൾ കാണുന്ന വീഡിയോകൾ പകർത്തുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഇതൊക്കെയാണ്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പല ആളുകളും പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനിയും ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ ക്രമേണ അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ ഇങ്ങനത്തെ വീഡിയോകൾ ഇട്ടാൽ നിങ്ങൾക്ക് ബോറടിക്കും എന്ന് എനിക്കറിയാം. ട്രാവൽ വീഡിയോകളുടെ ഇടയ്ക്ക് ഇനിയിപ്പം മറ്റുള്ള ഇതേപോലെയുള്ള ടിപ്പുകളും മറ്റുമൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇനിയിപ്പോ അടുത്ത ദിവസം ഞാൻ പോകുന്നത് ഇവിടെ ആലപ്പുഴയിലുള്ള ഒരു ലക്ഷറി ഹൗസ് ബോട്ടിൽ ഞങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ധാരാളം ഹൗസ് ബോട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ലക്ഷറി ഹൗസ് ബോട്ടുകൾ, അതായത് ഒരു 5-star ഹോട്ടലിന് സമാനമായ ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹൗസ് ബോട്ട് വളരെ അപൂർവമാണ്. ആലപ്പുഴയിലെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ലക്ഷറീസ് ഹൗസ് ബോട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഹാരിസിക്കയുമായിട്ടാണ് ഞാൻ ആ ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. എന്റെ ഫാമിലി, ഞാനും ശ്വേതയും ഹാരിസിക്കയുടെ അമ്മയും അതേപോലെ തന്നെ ഹാരിസിക്കയുടെ കുട്ടികളും വൈഫും ഒക്കെ ഉണ്ട്. ഞങ്ങളൊരു 8 പേരുണ്ട്. 8 പേര് 4 ബെഡ്റൂം ഉള്ള ഒരു ഹൗസ് ബോട്ടിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അതിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ദിസ് ഈസ് സുജിത് ഭക്തൻ സൈനിങ് ഔട്ട്.